குறை ஒன்றுமில்லை மறைமூர்த்தி கண்ணா, குறை ஒன்றுமில்லை கண்ணா, குறை ஒன்றுமில்லை கோவிந்தா, குறை ஒன்றுமில்லை மறைமூர்த்தி கண்ணா, குறை ஒன்றுமில்லை கண்ணா. നമസ്കാരം. നവരത്ന ഹൈപ്പർ മാർക്കറ്റ് നിങ്ങളോടൊപ്പം പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ എൻ്റെ കൂടെയുള്ള രണ്ട് സഹോദരിമാരാണ്. നേരത്തെ പറഞ്ഞ പോലെ ശാസ്ത്രീയ സംഗീതം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. ഇവർ കോയമ്പത്തൂരിൽ നിന്നാണ് വന്നിട്ടുള്ളത്. എന്തായാലും അവരുടെ വിശേഷങ്ങൾ നമ്മൾ ചോദിച്ചു. ഈ ശ്രുതിയാണെങ്കിൽ ഭയങ്കര കുസൃതിയാണ്. ശ്രുതിയുടെ പേര് കുസൃതി എന്ന് മാറ്റണം അല്ലേ? ഓക്കെ. നമ്മള് വീട്ടിലെ അച്ഛൻ എന്ന് പറഞ്ഞു, നേരത്തെ പറഞ്ഞു അച്ഛൻ്റെ അമ്മയുടെ കാര്യം പറഞ്ഞു. ഇവിടെ നാട്ടില് നിങ്ങളിപ്പോ വരുന്ന സമയത്ത് ഇവിടെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പഠിക്കാനൊക്കെ പോകാറുണ്ടോ? ഇല്ല, ഇല്ല. ഇത് പ്രാക്ടീസ് ചെയ്യാൻ മാത്രം പോകും. എന്താണ് അപ്പൊ ശാസ്ത്രീയ സംഗീതം തന്നെ കൂടുതൽ എടുക്കാൻ കാരണം? ഇല്ല, എനിക്കിഷ്ട പഠിക്കാൻ ഇഷ്ട. അതാണ് കൂടുതൽ ഹോബി, അതെന്റെ ഹോബിയാ. ഇപ്പൊ നമ്മള് മറ്റുള്ള പാട്ടുകൾ ഇപ്പൊ അവിടെയൊക്കെ കോയമ്പത്തൂരൊക്കെ ഇപ്പൊ നമ്മള് ഈ ഗാനമേള പോലെയുള്ള പ്രോഗ്രാംസുകൾ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ടോ? അല്ലെങ്കിൽ അത്തരത്തിലുള്ള പാട്ടുകളോടൊക്കെ താല്പര്യം ഉണ്ടോ? അത്രക്കില്ല. അവിടെ കൂടുതലും കച്ചേരിക്കാണ്. ആരൊക്കെ ഗുരു ആരാണ്? മുരളീകൃഷ്ണൻ സാർ. അപ്പൊ ആ സാറിന്റെ കീഴിൽ തന്നെയാണ് ഇത്രയും നാളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ എവിടെയും പോയിട്ടില്ല? ഇല്ല. ഓക്കെ. കൂടുതലും ഇതിലേക്ക് കൂടുതലും ഈ പറഞ്ഞ പോലെ തന്നെ ഇത് തന്നെയായിട്ട് കൊണ്ടുപോകണം തന്നെയാണ് ആഗ്രഹം? അതെ. അതോ പഠിച്ച് വലിയൊരു ജോലി കിട്ടണം? ഇല്ല, ഇല്ല, ഇത് തന്നെ കച്ചേരി തന്നെയാണ്. അത് തന്നെയാണ് ലക്ഷ്യം? അതല്ല, ജോലി ഉണ്ടെങ്കിലും നമ്മള് ഇത് തന്നെ. ശ്രുതിയുടെ ആഗ്രഹം അങ്ങനെ തന്നെയാണോ? അങ്ങനെ തന്നെയാണ്. പഠിക്കാനൊക്കെ എങ്ങനെ? അത് ചോദിച്ചില്ല നമ്മള്. പഠിക്കാം. പഠിക്കാം, കുഴപ്പമില്ല. ശ്രുതി എങ്ങനെയാ പഠിക്കാനൊക്കെ? ഫസ്റ്റ് റാങ്ക് ആണോ? അത് ശരി. അപ്പൊ പിന്നെ നന്നായിട്ട് പഠിക്കുന്നു പറയാം. എങ്ങനെയാണ് തല്ലുകൂടാറുണ്ടോ രണ്ടുപേരും? ഓ, തല്ലുകൂടും അത്യാവശ്യം. ദിവസം. അത് ശരി. അത്യാവശ്യമില്ല, ദിവസം രണ്ടുപേരും തല്ലുകൂടുന്നാണ് പറഞ്ഞത്. ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. അപ്പോഴേക്കും അടുത്ത പാട്ട് ഇനി ഏതാ പാടാൻ പോണേ? അടുത്ത പാട്ട് തോരണപ്പന്തലിൽ. ബൃന്ദാവന സാരംഗ രാഗം. ഓക്കെ. അപ്പൊ ആ പാട്ടും കൂടി കേട്ടതിനായിട്ട് നമുക്ക് തിരിച്ചു വരാം. Gaya